ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ്റെ ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓയിൽ ഫ്രൈയും അതിൻ്റെ ഹെൽത്തി വേർഷനായിട്ട് ഞാൻ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ബാൽക്കണിയിൽ വന്നിട്ട് ചെടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും കീടങ്ങളോ അതൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഈ യെല്ലോ ഫ്ലവർ ഇല്ലേ, ഇത് എൻ്റെ ബാൽക്കണീൻ്റെ ഒരു ന്യൂ കമറാണ്. എൻ്റെ ഫ്ലവർ നല്ല ഭംഗി കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്ത് വന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഡെയിലി സാമ്പാർ വേണ്ടതുകൊണ്ട് ചില പരീക്ഷണങ്ങളൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തും. ചിലപ്പം വറുത്തരച്ചിട്ട് വെക്കും, തേങ്ങയൊക്കെ വറുത്തിട്ട് ചിലപ്പോൾ റെഡിമെയ്ഡ് പൗഡർ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ വറുത്തരച്ചിട്ടാണ് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ കുക്കറിലാണ് വേവിച്ചത്. അപ്പം കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ പുളിവെള്ളത്തിൽ തന്നെ ഞാൻ വേവിക്കുക ചെയ്തത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒറ്റ വിസിൽ അന്നത്തേക്ക് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ അരപ്പിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് എത്രയാച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളക്കാൻ വെച്ച സാമ്പാറിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നല്ലോണം അരിഞ്ഞ മല്ലിയിലയില്ലേ അത് ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നല്ലൊരു ഫ്ലേവറും കൂടി വരും. ബാക്കി മല്ലിയില നമുക്ക് ലാസ്റ്റ് ചേർക്കാം. പിന്നെ നേരത്തെ ഞാൻ ഒരു 1/4 കപ്പോളം തൂർദാളില്ലേ അതെടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ തന്നെ. അത് നല്ലതുപോലെ ഒന്ന് ഉടച്ച് വെക്കാം. തിളച്ചു വരുന്ന സാമ്പാറിലേക്ക് നമുക്ക് വേവിച്ചുടച്ച പരിപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്ക് രണ്ടും കൂടി നല്ലോണം മിക്സായി കിട്ടിക്കോളും. പിന്നെ അതിലേക്ക് താളിച്ചൊഴിക്കുക വേണ്ടത്. അപ്പോൾ ഞാനിവിടെ താളിപ്പിന് വേണ്ടിയിട്ട് കടുകും വറ്റൽമുളകും പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ താളിപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പെട്ടെന്ന് താളിപ്പിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു 5 മിനിറ്റോളം അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നമുക്ക് മല്ലിയില ചേർക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാർ കിട്ടും. ഇങ്ങനെ പല ദിവസം പല രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫേവററ്റ് ആയിട്ട് ചില ഹോട്ടലിൽ കയറുമ്പോഴുള്ള ടേസ്റ്റ് ഇല്ലേ, അങ്ങനെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. ഒരേ രീതിയിൽ തന്നെ ചെയ്യാണ്ട് പല രീതിയിൽ ചെയ്യുമ്പോൾ മാറി മാറി നമുക്ക് ടേസ്റ്റും ഫ്ലേവറും ഒക്കെ മാറിക്കിട്ടും. ഇനി ഞാൻ നെല്ലിക്ക വെച്ചിട്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച നെല്ലിക്ക ഉണ്ടാവില്ലേ, നമ്മൾ സാൾട്ട് വാട്ടറിൽ ഒരു 2 to 3 മിനിറ്റ്സ് ബോയിൽ ചെയ്ത നെല്ലിക്കയാണിത്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം. സാൾട്ട് വാട്ടറിൽ ബോയിൽ ചെയ്ത നെല്ലിക്ക ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വെറുതെ കഷ്ണാക്കി എടുത്തതാണ്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയുടെ അല്ലിയും എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലിപ്പമുള്ള 2 ഇഞ്ചി കഷ്ണ പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. വെന്ത നെല്ലിക്കയായതുകൊണ്ട് പൾസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞോളും. ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതുപോലെ നല്ല ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങയുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഫ്രഷ് കോക്കനട്ടാണ്. അപ്പം അതും കൂടി ചേർത്തിട്ട് ഈ കോക്കനട്ടിനൊക്കെ ആവശ്യമുള്ള ഉപ്പ്, നേരത്തെ ഞാൻ നെല്ലിക്ക ഓൾറെഡി ഉപ്പിൽ വേവിച്ച് വെച്ചതാണ്. അപ്പം കോക്കനട്ടിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നമുക്ക് ചമ്മന്തി തന്നെ ആയതുകൊണ്ട് ഒരു നല്ലോണം പേസ്റ്റ് പോലെ അരയണം നിർബന്ധമില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ നെല്ലിക്ക എടുത്ത പാത്രത്തിലേക്ക് തന്നെ ഇടുന്നതാണ്. ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക്
മാറ്റിയാൽ മതി കേട്ടോ. പച്ചക്കായ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂണോളം കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇത് പച്ചക്കായ മെഴുക്കുവരട്ടി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്തത് ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഉപ്പും പച്ചമുളകും ഇട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളത്തിൽ വേവിച്ച് വെച്ച പച്ചക്കായ ഉണ്ട്. അതായത് പെട്ടെന്ന് വേകുന്ന പച്ചക്കായാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ പച്ചക്കായല്ല, ഒന്ന് തിളക്കുമ്പോഴേക്ക് തന്നെ വേകുന്ന ഒരു ടൈപ്പ് പച്ചക്കായ ഇത്. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി ചെമ്മീനും കൂടി പൊരിച്ചെടുത്താൽ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തേക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ നോക്കലാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് പഴംപൊരി ആയിരുന്നു. പിന്നെ ആ പഴം നല്ലോണം പഴുത്തപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പമൊക്കെ ആക്കി അങ്ങനെ ഒപ്പിക്കലായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഒരു ചിക്കൻ്റെ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉള്ളി, മീഡിയം സൈസ് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചോപ്പറിൽ ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ ചിക്കനൊക്കെ ഒന്നിച്ചിടുന്നതുകൊണ്ട് ഉള്ളി അതിനകത്ത് മിഴിച്ച് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 6 പച്ചമുളക് എടുക്കുന്നുണ്ട്. അത് നല്ലോണം കഴുകിയതിന് ശേഷം ഞാൻ 2ആയിട്ട് അതും ഒന്ന് മുറിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കിലോ ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് പീസ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതെല്ലാം കൂടി ഞാൻ ഫുഡ് പ്രോസസ്സറിലേക്ക് ഇടുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ബ്രെഡ് ക്രംസ് ഇല്ലേ, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും ചേർക്കുന്നുണ്ട്. ഇനി ഇടുന്ന സ്പൈസസ് ഒക്കെ ടീസ്പൂൺ അളവിലാണ്. ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ഓൾറെഡി സോയാ സോസിന് ഓൾറെഡി ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചില ബ്രെഡ് ക്രംസിനും ഉപ്പ് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുഡ് പ്രോസസ് ആകുമ്പോൾ നല്ല കുഴക്കേണ്ട പരുവത്തിൽ നമുക്ക് ആക്കി കിട്ടും. മിക്സിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, അല്ലെ നല്ലതുപോലെ അരഞ്ഞു പോകും. അങ്ങനെ അരഞ്ഞു പോകുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ട പോലെ ഉരുട്ടിയെടുക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ജാറിന്ന് ഒഴിവാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട എക്സ്ട്രാ വെള്ളം പോലെയൊന്നും ഇല്ല. നല്ല കറക്റ്റ് നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാനെല്ലാം പറ്റുന്ന പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ മിക്സിയിൽ നിങ്ങൾ ചെയ്തിട്ട് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ചെയ്താൽ മതി. ഇതിപ്പം കണ്ട നല്ലതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഞാൻ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇടുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ ചിക്കൻ്റെ മിക്സ് എടുത്തിട്ട് നമുക്ക് ബോളാക്കി എടുക്കാം.
എന്നിട്ട് അതിലേക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അതിങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് കയറ്റണം. ആ ഐസ്ക്രീം സ്റ്റിക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ വാങ്ങാൻ കിട്ടുമേ. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗ് എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുന്ന എഗ്ഗിലേക്ക് ഞാൻ കുറച്ച് സാൾട്ടും പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് മൈദയും ബ്രെഡ് ക്രംസും നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗൊക്കെ റെഡിയാക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ കോട്ടിങ് കഴിഞ്ഞ്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് 2 വീക്സ് വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ച് അങ്ങനെ സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്തിട്ട് പൊരിച്ചാൽ മതി. ഇപ്പം തിളച്ച എണ്ണയിൽ കിടന്ന് മറിയുന്ന കണ്ടിട്ടില്ലേ, അതല്ലാതെ അതിൻ്റെ ഒരു ഹെൽത്തി വേർഷനും കൂടി കാണിക്കാം. എയർ ഫ്രയറിൽ ചെയ്യുന്നതാണ്. ഇതിൽ എണ്ണ തേക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് എണ്ണ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എയർ ഫ്രയർ ഞാൻ ഓൾറെഡി ഒരു 3 to 4 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. എന്നിട്ട് ഇത് അങ്ങ് കയറ്റി വെച്ചിട്ട് ഒരു 14 മിനിറ്റ് ഒന്ന് 180 ഡിഗ്രി സെൽഷ്യസ് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ദ ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവും. ഒരു വ്യത്യാസവും ഇല്ല. എനക്കൊന്നും ഇത് ടേസ്റ്റ് വ്യത്യാസവും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ചിലതൊക്കെ കുറച്ച് ടേസ്റ്റ് കുറവായിട്ട് തോന്നും, പക്ഷെ ഇത് ചെയ്തെടുത്തപ്പം ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ചിക്കൻ്റെ മിക്സ് ബാക്കി ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പോളം ചീസ്, മൊസറല്ല ചീസില്ലേ, അത് ഷ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കനുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മളെ ഒരു സ്വീറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റില്ലേ, അതിലിങ്ങനെ നീളത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നതാണ്. നമ്മൾ ഒരു ചിക്കൻ സിഗാർ എന്ന് പറഞ്ഞിട്ട് കാണലില്ലേ, യൂട്യൂബിലെല്ലാം ഉണ്ട്. അത് കുറേ ആൾക്കാർ ഇട്ടിട്ട്, അപ്പോൾ അതൊന്നും ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടൈറ്റായിട്ട് അതങ്ങ് പൊതിഞ്ഞെടുക്കുക. നല്ല അറ്റത്തോട്ട് എത്തുമ്പം അതിൽ മൈദ കൊണ്ട് പേസ്റ്റ് ആക്കൂലേ നമ്മളിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കത് റോൾ ചെയ്തെടുക്കാം. ഇതും ഞാൻ എയർ ഫ്രയറിൽ തന്നെ ആക്കുന്നുണ്ട്. അത് 180 ഡിഗ്രി സെൽഷ്യസിൽ നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് എയർ ഫ്രയറിൽ ഒരു 10 to 12 മിനിറ്റ്സ് ഞാനിത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ ബ്രഷ് ചെയ്യുന്നുണ്ട് ഓയിൽ കേട്ടോ. ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ലെറ്റു സ്ലീവ്സിൻ്റെ മുകളിലൊന്ന് വെക്കുന്നുണ്ട്, വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സെർവ് ചെയ്യുമ്പോൾ വെച്ചാൽ മതിയേ, അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്തു പോകും. പിന്നെ ഞാൻ എണ്ണയിൽ കൂടി പൊരിക്കുന്നുണ്ട്. അത് കുറച്ച് നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയ മോനെ അങ്ങനെ വേണം. ചൂടായതുകൊണ്ട് ചായ വേണ്ടാന്ന് പറഞ്ഞ്, അപ്പം ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണ്. ഞാൻ അതിലേക്ക് സോഡ വാട്ടർ ഒഴിക്കലാണ്. ഈ ടാക്കോയ്സ് കളർ പ്ലേറ്റിലിരിക്കുന്നത് എയർ ഫ്രയറിലാക്കിയത്, ബ്ലാക്ക് പ്ലേറ്റിലിരിക്കുന്നത് എണ്ണയിൽ വറുത്തെടുത്തതാണ്. ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.